ലാസ്റ്റ് വീഡിയോയിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി പോർഷനാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, സിറ്റുവേഷൻസ് വേർ വി ക്യാൻ അപ്ലൈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഡെഫിനേഷൻ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം, 4 coins are tossed simultaneously. What is the probability of getting 2 heads? 4 കോയിന് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡിനെയാണ് നമ്മൾ സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫെയിലിയർ ആയിട്ട് എടുക്കുന്നത് ടെയിലായിരിക്കും. ഓക്കെ, പി സക്സസ് ആണ്, അതിനെ ഹെഡായിട്ട് എടുക്കുന്നു. ഫെയിലിയർ ടെയിലാണ്, ദാറ്റ് മീൻസ് ക്യൂ. ഓക്കെ, ഇനി ദ പ്രോബിലിറ്റി, ദ ഡിസ്ട്രിബ്യൂഷൻ ഫോളോസ് പ്രോബിലിറ്റി ലോ. കാരണം ഇത് പ്രോബിലിറ്റി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ്. അതിൻ്റെ റീസൺ എന്താണ്? ഇവിടെ 2 ഔട്ട്കംസ് മാത്രമേ ഉള്ളൂ. അതേപോലെ ട്രയൽസ് ആർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓരോ തവണ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്തും അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ടോസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെന്താണ് വരുന്നത്? 2 ഔട്ട്കംസ് മാത്രമാണ് വരുന്നുള്ളൂ, ഹെഡ്, ടെയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ദിസ് പ്രോബ്ലം ഈസ് ബേസ്ഡ് ഓൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുലയാണ് NCX P⁻X Q⁻n−X. ദെൻ ഇനി ഓരോന്നും N, X, P, Q ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ദ കോയിൻ ആർ ടോസ്. ഓക്കെ, ഇറ്റ് ഈസ് 4. 4 തവണയാണ് കോയിൻ ടോസ് ചെയ്യുന്നത് കൊണ്ട് N ഈസ് 4. ദെൻ P എന്ന് പറയുന്നത് സക്സസ് ആണ്. ഇവിടെ സക്സസ് ആയിട്ട് എടുക്കുന്നത് ഗെറ്റിംഗ് ഹെഡാണ്. ഹെഡ് കിട്ടുന്നതിനെയാണ് നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുന്നത്. സോ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ P എന്ന് പറയുന്നത് 1/2 ആണ്. ദെൻ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് Q. Q എന്ന് പറയുന്നത് 1 - P ആണ്. ദാറ്റ് ഈസ് 1 - 1/2, ദാറ്റ് ഈസ് 1/2. അല്ലെങ്കിൽ ടെയിൽ കിട്ടാനുള്ള ചാൻസ് എന്താണ്? 1/2 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1/2, അതിനെയാണ് സക്സസ് ആയിട്ട് എടുക്കുന്നത്. ടെയിൽ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1/2, അതിനെ ഫെയിലർ ആയിട്ട്, ദാറ്റ് മീൻസ് Q ആയിട്ടാണ് എടുക്കുന്നത്. ഇനി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റിയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ആ NCXലെ എക്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും വരുന്നത്. പിന്നെ അതേപോലെ NCX 4C2 എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ മുന്നത്തെ വീഡിയോ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 4C2 നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 4 × 3 / 2 × 1, ദാറ്റ് ഈസ് 12 / 2, ദാറ്റ് ഈസ് 6. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ ഈ ഫോർമുലയിലെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ജസ്റ്റ് അതിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads is equal to NCX P⁻X Q⁻n−X, that is 4C2 × 1/2 × 1/2 4 - 2. ഓക്കെ, N എന്ന് പറയുന്നത് 4 ആണ്, 4C, X എന്ന് പറയുന്നത് 2 ആണ്, 4C2 ഇൻറ്റു P എന്ന് പറയുന്നത് 1/2 ആണ്, P⁻X 2 ആയിട്ടാണ്, അപ്പോൾ 1/2 ആൻഡ് Q എന്ന് പറയുന്നത് ഓൾസോ 1/2, 1/2 n−X, ദാറ്റ് ഈസ് 4 - 2 ആൻഡ് ഇറ്റ് ഈസ് 2. ദെൻ 4C2 ഇൻറ്റു 1/2 സ്ക്വയർ ഈസ് 1/4 ഇൻറ്റു 1/2 സ്ക്വയർ, 4 - 2 ആയതുകൊണ്ട് 1/4. ദെൻ 4C2 ഇറ്റ് ഈസ് 6, then into 1/4 into 1/4, that is 6/16. 6/16 നമ്മൾ ഷോർട്ടാക്കി എഴുതുമ്പോൾ 3/8. അപ്പോൾ ഇവിടെ 4 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 3/8 ആയിരിക്കും വരുന്നത്. ഇനി വേറൊരു പ്രോബ്ലം നോക്കാം. The probability that a batsman scores a century in a cricket match is 1/3. And what is the probability that out of 5 matches he may score century in? First question, exactly 2 matches, and the second one, no matches. First question നോക്കാം നമുക്ക്. ആദ്യം ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഒരു ബാറ്റ്സ്മാന് സെഞ്ചുറി അടിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ 3 മാച്ച് അയാൾ കളിക്കുന്ന സമയത്ത് ഒരു മാച്ചിൽ എന്തായാലും സെഞ്ചുറി അടിക്കും, ദാറ്റ് ഈസ് 1/3. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 matches, അയാൾ 5 മാച്ച് കളിക്കുകയാണെങ്കിൽ അതിൽ സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് എക്സാക്ട്ലി 2 matches, 2 മാച്ചസിൽ സെഞ്ചുറി അടിക്കാനുള്ള, നോ മാച്ചസിൽ സെഞ്ചുറി അടിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. N എന്ന് പറയുന്നത് 5 ആണ്, കാരണം 5 മാച്ചസാണ് എടുത്തിരിക്കുന്നത്. ദെൻ P, ഇവിടെ സെഞ്ചുറി അടിക്കുന്നതിനെയാണ് നമ്മൾ സക്സസ് ആയിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് P ഈസ് 1/3. ഓക്കെ,
പി 1/3 ഒക്കെ എടുക്കുന്ന സമയത്ത് ക്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ക്യൂ എന്താണ് 1 മൈനസ് പി ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 1/3 ഇറ്റ് ഈസ് 2/3. പി കിട്ടി, ക്യൂ കിട്ടി, എൻ കിട്ടി. ഇനി എക്സ് ആണ് കണ്ടുപിടിക്കുക. എക്സ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും? എക്സാക്ട്ലി 2 മാച്ച്, 2 മാച്ചിൽ സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് നമുക്ക് 2 ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് സ്കോറിങ് സെഞ്ചുറി ഇൻ 2 മാച്ചസ്. 2 മാച്ചസിൽ സെഞ്ചുറി അടിക്കാനുള്ള പ്രോബിലിറ്റി. നോർമലി 3 മാച്ചസിൽ ഒരു സെഞ്ചുറി എന്തായാലും വരും. 2 മാച്ചസിൽ സെഞ്ചുറി വരാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു 2. ദെൻ ഫോർമുല ഈസ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, എൻ ഈസ് 5, സി എക്സ് ഈസ് 2, 5c2 ഇൻറ്റു 1/3 റേസ് ടു 2 ഇൻറ്റു 2/3 റേസ് ടു 5 മൈനസ് 2. ഓക്കെ, ദെൻ 5c2 എന്ന് പറയുന്നത് 10 ആണ്. ദെൻ അതെങ്ങനെയാണ്? 5 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 20 ഡിവൈഡ് ബൈ 2 വിൽ ഗെറ്റ് 10. ഓക്കെ, എങ്ങനെയാണ് 5c2 കിട്ടുന്നത്? 10 കിട്ടും ഇൻറ്റു 1/3 റേസ് ടു 2 ദാറ്റ് ഈസ് 1/9. ദെൻ 2/3 റേസ് ടു 3 ഇറ്റ് ഈസ് 8/27. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 80/243 എന്ന് വരും. ഓക്കെ, അപ്പോൾ 2 മാച്ചസിൽ സെഞ്ചുറി അടിക്കാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് 80 ഡിവൈഡ് ബൈ 243 ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബിലിറ്റി ഓഫ് സ്കോറിങ് സെഞ്ചുറി ഇൻ നോ മാച്ചസ്. ഓക്കെ, സെഞ്ചുറി അടിക്കാതിരിക്കാനുള്ള ചാൻസ്. ഇപ്പോൾ 5ൽ സെഞ്ചുറി അടിക്കാത്ത ചാൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു 0. എക്സിന് നമ്മൾ 0 ആയിട്ടാണ് എടുക്കേണ്ടത്. എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ് നമ്മുടെ ഫോർമുല. ദെൻ 5c0 ഇൻറ്റു 1/3 റേസ് ടു 0 2/3 റേസ് ടു 5 മൈനസ് 0 ദാറ്റ് ഈസ് 5c0 ഇസ് 1 ഇൻറ്റു 1/3 റേസ് ടു 0 ഇസ് ഓൾസോ 1. Then 2/3 raised to 5 it is 32 divided by 243. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 32 ഡിവൈഡ് ബൈ 243. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന 5 മാച്ചസിൽ 2 സെഞ്ചുറി അടിക്കാനുള്ളത്, അതേപോലെ തന്നെ നോ മാച്ചസിൽ സെഞ്ചുറി അടിക്കാനുള്ളത്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 80 ഡിവൈഡ് ബൈ 4. 5 മാച്ചസ് നടത്തുന്ന സമയത്ത് അതിൽ 2 സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് 80 ഡിവൈഡ് ബൈ 243 ആണ്. ഇതേപോലെ തന്നെ 5 മാച്ചിൽ സെഞ്ചുറി അടിക്കാത്ത ചാൻസ് എന്ന് പറയുന്നത് 32 ഡിവൈഡ് ബൈ 243. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഇക്വൽ ടു 4. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് 4 ആണ്. ആൻഡ് വേരിയൻസ് ഈസ് 12/9. വേരിയൻസ് 12/9 ആണ് തന്നിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ഓൾ ദ ടേംസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ആ ഡിസ്ട്രിബ്യൂഷനിലെ എല്ലാ ടേംസും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ എന്ന് പറഞ്ഞാൽ NP ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് NPയും വേരിയൻസ് NPQ ആണ്. ഓക്കെ, അപ്പോൾ NP എന്ന് പറയുന്നത് 4 ആണ്, NPQ 12/9 ആണ്. 2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി NPയും NPQയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് Q കണ്ടുപിടിക്കാം. Q കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് NPQ ഡിവൈഡ് ബൈ NP ദാറ്റ് ഈസ് 12/9 ഡിവൈഡ് ബൈ 4. ഓക്കെ, ഇത് ഫ്രാക്ഷണൽ നമ്പറിന് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 12/9 ഇൻറ്റു 1/4. 4/1 ശരിക്കും നോർമലി 4/1 ആണ് ഇവിടെ വരേണ്ടത്. നമ്മൾ തിരിച്ച് എഴുതുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് 1/4 ആക്കി ചെയ്യാം. അപ്പോൾ ഈ ഡിവിഷൻ ചെയ്യുന്നതിൻ്റെ ഈക്വൽ ആൻസർ തന്നെ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ 12 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 1/4 ദാറ്റ് ഈസ് 12/36 ഇറ്റ് ഈസ് 1/3. ഓക്കെ, അപ്പോൾ Q 1/3 എന്ന് കിട്ടി. അപ്പോൾ Q കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് P കണ്ടുപിടിക്കാം. P എന്നൊരു 1 മൈനസ് Q ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 1/3 ഇറ്റ് ഈസ് 2/3. ഓക്കെ, അപ്പോൾ P കിട്ടി, Q കിട്ടി. ഇനി N കണ്ടുപിടിക്കണം. അടുത്ത ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേം എന്ന് പറയുന്നത് N ആണ്. ഓക്കെ, N കാണാൻ വേണ്ടിയിട്ട് NP ഡിവൈഡ് ബൈ P ചെയ്താൽ മതി. ദാറ്റ് ഈസ് 4 ഡിവൈഡ് ബൈ 2/3. 4/1 ആണ്. 4/1 ഇൻറ്റു 3/2. 2/3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 3/2 ആക്കി. ഡിവിഷൻ ചെയ്യുന്നതിന് വേറൊരു മെത്തേഡാണ്. ഡിവിഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 4/1 ഇൻറ്റു 3/2 ആക്കി. ദെൻ ഈസ് ഇക്വൽ ടു 12 ഡിവൈഡ് ബൈ 2 ഇറ്റ് ഈസ് 6. N എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇനി എല്ലാ ടേംസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചു. N കണ്ടു, P കണ്ടു, Q കണ്ടു. ഇനി റൈറ്റ് ഡൗൺ ഓൾ ദ ടേംസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് NCX P റേസ് ടു X Q റേസ് ടു N മൈനസ് X. ദെൻ Nനെ നമ്മൾ 6 ആയതുകൊണ്ട് N 6 ആണ്, P 2/3 ആണ്, Q 1/3 ആണ്. അപ്പോൾ Xന് നമ്മൾ 0 1 2 3 4 5 6 വെച്ചിട്ട് എല്ലാ വാല്യൂസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടേംസ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് Xന് 0 ആയിട്ട് കൊടുക്കാം. 6 0 ഇൻറ്റു 2/3 S 0 1/3 S 6 മൈനസ് 0 ഇറ്റ് ഈസ് 1 ഇൻറ്റു 1 ഇൻറ്റു 1/3 റേസ് 6 വരും. ദാറ്റ് ഈസ് 1/729. പിന്നെ Xന് 1 ആക്കി കൊടുക്കുക. അപ്പോൾ 6C1
2/3 raised to 1, 1/3 raised to 6 minus 1, we'll get 6 into 2/3 into 1/3 raised to 5, it is 12/729. ഓരോ എക്സിന് 2, 3, 4, 5, 6 ഓരോ വാല്യൂസ് കൊടുക്കുന്ന സമയത്തും അതിൻ്റെ ഓരോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് കിട്ടും. അപ്പോൾ ഇത്രയാണ് അതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ വാല്യൂസ് നമുക്ക് കിട്ടും. എക്സിന് 1, 2, 3, 4, 5, 6 വരെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/729, 12/729, 60/729, 160 divided by 729, 240 divided by 729, 192 divided by 729, then last one 64 divided by 729. ഇത്ര എഴുതി കഴിഞ്ഞാൽ അത് പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇനി ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ബ്രിങ് ഔട്ട് ദ ഫാലസി ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് 5. മീൻ എന്ന് പറയുന്നത് NP ആണ്, NP 5 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് √NPQ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇനി ഇതിലെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ നോക്കാം. ഗിവൺ മീൻ ഇസ് 5 ആൻഡ് ഇറ്റ് ഈസ് NP 5 ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 3, ദാറ്റ് ഈസ് √NPQ. √NPQ 3 ആണെങ്കിൽ NPQ എന്ന് പറയുന്നത് 3 സ്ക്വയർ ആയിരിക്കും. നമ്മൾ റൂട്ട് മാറ്റുന്ന സമയത്ത് അത് സ്ക്വയർ ചെയ്യണം. അപ്പോൾ NPQ ഇസ് 3 സ്ക്വയർ, ഇറ്റ് ഈസ് 9. ഇപ്പോൾ NPQ തന്നു കഴിഞ്ഞാൽ നമുക്ക് Q കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് NPQ ഡിവൈഡ് ബൈ NP, ദാറ്റ് ഈസ് 9 ഡിവൈഡ് ബൈ 5, ഇറ്റ് ഈസ് Q ഈസ് ഇക്വൽ ടു 1.8. ഓക്കെ, ഇനി ഇതിലെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തിയറി പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, Q+P ഈസ് ഓൾവേസ് 1. Q+P എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ Q ഇറ്റ് സെൽഫ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, Q എത്ര കിട്ടിയിട്ടുണ്ട്? 1.8 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബട്ട് Q cannot ഗ്രേറ്റർ ദാൻ 1. Q എന്ന് പറയുന്നത് 1നേക്കാളും കൂടാൻ പറ്റില്ല. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് Q 1 ഗ്രേറ്റർ ദാൻ 1 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സെൻറ്റൻസ് ദാറ്റ് ഈസ് മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് 5 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 3 എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓരോ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഇത്രയാണ് ഇതിൽ മെയിൻ പ്രോബ്ലംസ് വരുന്നത്. ഇനി ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുള്ളത്.